തേന്മാവിൻ കൊമ്പത്ത് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. പറ വിക്രം. അമ്മേ, കവിനോട് എന്തെടുക്ക? ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഇവിടെ മൽപ്പിടുത്തം നടന്നുകൊണ്ടിരിക്കുക. കഴിക്കാനൊന്നും വേണ്ട, വായിക്ക് നല്ല കയ്പാണെന്നാ പറയുന്നത്. അവന് ഭക്ഷണമൊക്കെ നേരെ കഴിപ്പിക്കണേ. ഞാനും കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടെ അങ്ങോട്ട് വരാം. അതുപോലെ ഞാൻ അമ്മയോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ട് ഇപ്പൊ വിളിച്ചേ. എന്താ കാര്യം വിക്രം? അമ്മ അവിടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ദേവീക്ഷേത്രത്തിൽ പോയിട്ട് മനസ്സ് നിറഞ്ഞ് കവിന്റെ പേര് പറഞ്ഞ് വഴിപാടൊക്കെ കഴിച്ച് ഞാൻ പറയുന്ന പോലെ പ്രാർത്ഥിക്കുക. എന്റെ പേരക്കുട്ടിക്ക് ദേവിയുടെ അനുഗ്രഹം കിട്ടിയിരിക്കുകയാണെന്നും ഞങ്ങൾ നല്ലപോലെ തന്നെ ദേവി നോക്കിക്കോളെന്നും എന്റെ പേരക്കുട്ടിക്ക് ഒരു കുഴപ്പവും വരുത്തരുതെന്ന് പ്രാർത്ഥിക്കേ. വിക്രം, നീ അങ്ങനെ ദൈവവിശ്വാസമുള്ള ടൈപ്പ് അല്ലല്ലോ. അമ്പലത്തിലേക്കൊന്ന് വരാൻ പറഞ്ഞ പോലും വരില്ല. എന്നിട്ട് ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാം? അത് പിന്നെ നിലയുടെ മുത്തശ്ശി അതൊക്കെ പറഞ്ഞേ. അത് മാത്രമല്ല, അമ്മ ഇപ്പൊ തന്നെ പോയി ചെയ്യണമെന്നും പറഞ്ഞിരിക്കുക. എന്റെ മനസ്സിൽ ഈ ചിന്ത തന്നെയാ ഉണ്ടായത്. കണ്ടോ, ഞങ്ങള് പ്രായമായ ആൾക്കാരുടെ ഇക്കാര്യത്തിലുള്ള ഒത്തൊരുമ കണ്ടില്ലേ? ശരി, നീ നിലയെ കണ്ടോ? അവൾക്ക് എങ്ങനെയുണ്ട്? അവൾക്ക് കുഴപ്പമൊന്നുമില്ലമ്മേ. അവളിപ്പോ നോർമലാ, ഒരു കുഴപ്പമില്ല. ഇത്രയും നേരം ഞാൻ നിലയുടെ അടുത്തിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിലമോൾക്ക് ഒന്നുമില്ലെന്ന് നീ പറയുമ്പോ തന്നെ എന്റെ മനസ്സിന് വല്ലാത്തൊരു സമാധാനം. പാവാ കുഞ്ഞുമോള്. ഏർക്കാടി നമ്മളെ രക്ഷപ്പെട്ട് വന്നത് തന്നെ വലിയ കാര്യമാണ്. എന്തായാലും ആ മിടുക്കിക്കുട്ടിക്ക് ദൈവത്തിന്റെ തുണ എപ്പോഴും ഉണ്ടാവും. അമ്പലത്തിൽ പോകുമ്പോ ഞാൻ നിലമോൾക്കും കൂടി വേണ്ടി പൂജ ചെയ്തോളാം. അമ്മ പെട്ടെന്ന് തന്നെ പോകാൻ നോക്ക്. വീട്ടിൽ വെറുതെ ചുറ്റിപ്പറ്റി നിൽക്കണ്ട. എന്റെ പേരക്കുട്ടിക്ക് വേണ്ടി ഞാൻ എന്ത് തിരക്കും മാറ്റിവെക്കുന്നത് നിനക്കറിയില്ലേ? ദേ, ഇപ്പൊ തന്നെ പോവാ. ശരി ശരി. ഒന്ന് എണീറ്റിട്ട് ജ്യൂസ് കുടിക്കുന്നേ. നല്ല ജ്യൂസ് കുടിച്ചോ? അവൻ കുടിക്കുന്നില്ലെന്നേ. ഇതുവരെ കുടിച്ചില്ലേ? അമ്മേ, നിങ്ങൾ രണ്ടുപേരും കൂടി കവിനെ നോക്ക്. ഞാൻ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ പോയിട്ട് ഇവന് വേണ്ട വഴിപാടുകൾ ചെയ്തിട്ട് വരാം. എന്താ ആന്റി പെട്ടെന്ന് അമ്പലം പൂജ എന്നൊക്കെ പറയുന്നേ? കവിന് ചിക്കൻ ബോക്സ് വന്നേക്കല്ലേ, അതുകൊണ്ട് ഇവന്റെ ശരീരത്തിൽ നിന്ന് ദേവി സമാധാനമായിട്ട് ഇറങ്ങിപ്പോവാൻ വേണ്ട വഴിപാടുകളൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ച എല്ലാം ഭംഗിയാവുന്ന് ദേ വിക്രം വിളിച്ചു പറഞ്ഞേ ഉള്ളൂ. നിലയുടെ മുത്തശ്ശിയാണെന്ന് തോന്നുന്നു അത് പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ട് വിക്രം പെട്ടെന്ന് തന്നെ വിളിച്ചു പറഞ്ഞത്. എന്തായാലും പറഞ്ഞ വഴിപാടുകളൊക്കെ ഉടനെ തന്നെ ഞാൻ ചെയ്തിട്ട് വരാം. നിങ്ങളെല്ലാവരും കവിനെ നോക്ക്. ശരി, നീ പോയിട്ട് വാ. കവിൻ മോനെ, ഇനിയും ജ്യൂസ് കുടിക്കാതിരിക്കണോ? ജ്യൂസ് കുടിക്കും മോനെ. എത്ര നേരമായിട്ട് നിന്നോട് പറഞ്ഞോണ്ടിരിക്കുക. കുടിക്കണം കേട്ടോ. ഞാൻ പോയി വരുമ്പോഴേക്കും ജ്യൂസ് എല്ലാം കുടിക്കണം. ഓക്കെ, ശരി, ഞാൻ ഇറങ്ങട്ടെ. അമ്മേ, ഇതൊന്ന് കൊടുത്തു. പതുക്കെ പതുക്കെ. അങ്ങനെ എന്താ കഴിക്കാൻ വേണ്ടേ? എനിക്കൊന്നും വേണ്ട അങ്കിൾ. വേണ്ടെന്നൊന്നും പറയരുത്. വയറ് കാഞ്ഞ അങ്ങനെ ഇരിക്കരുത് കേട്ടാ. ഓക്കെ, എന്റെ കൈ കൊണ്ട് തന്നെ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കി തരാം കേട്ടാ. മോളത് മുഴുവൻ കുടിക്കണം. ഓറഞ്ച് ജ്യൂസോ? എനിക്ക് ഭയങ്കര ഇഷ്ടാ. പെട്ടെന്ന് താ. 2 minutes. അയ്യോ,
വിജി ആണെങ്കിൽ കവിനെ നോക്കാൻ അങ്ങോട്ട് പോയിരിക്കുക. വിക്രമിന്റെ അമ്മ എങ്ങാനും വീട്ടിലുണ്ടെങ്കിൽ വിജി അവരും കൂടി തമ്മിൽ കാണുമല്ലോ ദൈവമേ. അതോടെ എല്ലാ കാര്യവും കോളാവും. എന്റെ ദൈവമേ, എന്തിനാ നീ എന്നെ ഇങ്ങനെ തീ തീറ്റിക്കുന്നെ? അമ്മ എന്താ ഇങ്ങനെ പിടിവിട്ടവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നേ? അമ്മ സ്റ്റോപ്പ്. എന്താ പറ്റിയേ? ഇപ്പൊ എന്ത് നടന്നിട്ടാ ഇങ്ങനെ ടെൻഷൻ അടിച്ച് കിടക്കുന്നത്? ഇപ്പോഴത്തെ ലക്ഷണം കണ്ട അമ്മയ്ക്ക് BP കൂടിയിട്ട് ഈ ആശുപത്രിയിൽ തന്നെ അഡ്മിറ്റ് ആവുന്ന തോന്നുന്നത്. എന്തായാലും അത് സംഭവിക്കൂടാ, അതിനൊരു അതിശയമില്ല. എനിക്കാകെ പേടിയാവുന്നടാ. അതിന്റെ കാരണം എന്താ? വിജി ഇവിടുന്ന് കവിനെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോയില്ലേ? എന്നാ അവളാ വീട്ടിൽ ചെന്ന് കേറിയോ, ദേവയാനി അവളും തമ്മിൽ കണ്ടുമുട്ടിയോ, എന്താ ഉണ്ടായെന്ന് എനിക്ക് അറിയില്ലടാ. ആകെ പാടെ പേടിയാവോ. വിക്രമിനോട് പറഞ്ഞിട്ട് അവന്റെ അമ്മയോട് അമ്പലത്തിൽ പോവാൻ പറഞ്ഞിട്ടുണ്ട്. അതങ്ങനെ നടന്നോളും. പക്ഷേ വിജി ചെല്ലുമ്പോ അവരെങ്ങാനും അവിടെ ഉണ്ടെങ്കിൽ എല്ലാ പ്ലാനും പൊളിഞ്ഞു പോടാ. അതാ അവിടെ എന്താ സംഭവിച്ചെന്ന് അറിയാതെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നു. അമ്മ ആവശ്യമില്ലാതെ ഓരോന്ന് ആലോചിച്ചിട്ട് വെറുതെ ടെൻഷൻ അടിക്കണ്ട. ചേച്ചി ഒന്ന് ഫോൺ വിളിച്ച് എന്തായിന്നൊക്കെ നൈസായിട്ടൊന്ന് ചോദിക്കേ. മണ്ടി വെപ്രാളത്തിന്റെ ഇടയിൽ ഞാൻ ഈ കാര്യം മറന്നു. നിക്ക്, ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചേക്കാം. ഹലോ, പറയമ്മേ. നിലമോൾ എന്നെ തിരക്കുന്നുണ്ടോ? അതൊന്നുമില്ല മോളെ. അവള് ഭക്ഷണം കഴിച്ച് സന്തോഷായിട്ട് ഉറങ്ങ. ഞാൻ നിന്നെ വെറുതെ വിളിച്ചതാ. വെറുതെ വിളിച്ചെന്നോ? അവിടെ അമ്മയ്ക്ക് സമയം പോകുന്നില്ലേ? അതല്ല വിജി, നീ അവിടെ പോയോ, കവിനെ കണ്ടോ, അവിടെ അച്ഛമ്മയും മുത്തശ്ശി ഉണ്ടോ, അവരെ നേരിട്ട് കണ്ടോന്നൊക്കെ അറിയാൻ വേണ്ടി വിളിച്ചതാ. ഇല്ലമ്മേ, ഇപ്പതേ വണ്ടി നിർത്തിയിട്ട് അകത്ത് കയറുന്നതേ ഉള്ളൂ. കവിനകത്തുണ്ടോന്നൊക്കെ നോക്കിയിട്ട് ഞാൻ തന്നെ അമ്മയ്ക്ക് ഫോൺ ചെയ്യാം. അയ്യോ, അവൾ അകത്തോട്ട് ചെല്ലുമ്പോ ഇനി ദേവയാനി എങ്ങാനും അവിടെ ഉണ്ടെങ്കിലോ? എന്താ സംഭവിക്കാന്ന് ആലോചിച്ചിട്ട് പേടിയാവുകയാണല്ലോ. അമ്മേ, ലൈനിലുണ്ടോ? ലൈനിലുണ്ട് മോളെ. നീ ഒരു കാര്യം ചെയ്യ്, കവിനെ പെട്ടെന്ന് കണ്ടിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് പോര്. നീ ഇല്ലെങ്കി പിന്നെ നിന്നെ മിസ് ചെയ്യില്ലേ, അതുകൊണ്ട് പറഞ്ഞതാ. ശരി അമ്മേ, ഞാൻ വേഗം വരാം. എന്താന്നറിയില്ലമ്മേ, കവിന് ചിക്കൻ ബോക്സ് ആണെന്ന് കേട്ട ഉടനെ എനിക്ക് പിന്നെ അവിടെ ഒരു നിമിഷം പോലും നിൽക്കാൻ പറ്റിയില്ല. അവനെ കണ്ട് അവന്റെ ആരോഗ്യം എങ്ങനെയുണ്ടെന്ന് അറിയണം തോന്നി.